നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അടുത്ത് വീണ്ടും 2 വിവാഹം കഴിച്ചതിൻ്റെ കാര്യം പറയുകയാണ്. സത്യാം ഗത്വാ പുനഃ ഉദവഹഃ പുനരുദവഹോ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുഹു അധ തേ ദേവ സന്ദർദനാദ്യാഹ തത്സോദര്യാഹ വരദാ ഭവതഃ സാ അപി പൈതൃഷ്വസേയി പുനഃ പിന്നീട് അങ്ങ് ഗത്വ കോസല രാജ്യത്ത് ചെന്നിട്ട് അവിടെ കോസല രാജാവായിട്ടുള്ള നഗ്നജിത്ത് തൻ്റെ മകളായിട്ടുള്ള സത്യയെ വിവാഹം ചെയ്യാൻ വരുന്നവർ 7 കൂറ്റൻ കാളകളെ തോൽപ്പിക്കണം എന്നതായിരുന്നു ഒരു വ്യവസ്ഥ വെച്ചത്. അങ്ങനെ ആ കോസല രാജ്യത്തിൽ ചെന്ന് ഭഗവാൻ ആദ്യമേ തന്നെ കാര്യം പറഞ്ഞു. താൻ സത്യയെ കല്യാണം കഴിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ നഗ്നജിത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങത് സാധിക്കുകയാണെങ്കിൽ എനിക്ക് ആ നിബന്ധന പൂർത്തിയാക്കിയിട്ട് അങ്ങനെ ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നത് അതൊരു സത്യമാക്കി തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ അതാണ് സപ്ത അപി വൃഷവരാൻ 7 ഗംഭീര കാളകളെ ഭഗവാൻ സപ്തമൂർത്തിഹി ഭഗവാൻ 7 ആളായിട്ട് തീർന്നിട്ട് നിമേഷാത് ചെറിയൊരു സമയം കൊണ്ട് തന്നെ ബദ്ധ്വാച പിടിച്ചു കെട്ടിയിട്ട് ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നഗ്നജിത്ത് വെച്ച ആ നിബന്ധനയെ ഭഗവാൻ പാലിച്ചു. അങ്ങനെ നഗ്നജിത്തിന്റെ മകളായിട്ടുള്ള താം സത്യാം ആ സത്യയെ ഉദവഹഃ വിവാഹം ചെയ്തു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പൈതൃഷ്വസേയി അതായത് മറ്റൊരു അച്ഛൻ പെങ്ങളുടെ മകളായിട്ടുള്ള ഭദ്രയെ, ആ ഭദ്ര കേകയാധീശ്വരന്മാരുടെ പെങ്ങളാണ്, സഹോദരിയാണ്. അങ്ങനെ അധ ദേവ അലയോ ദേവ തേ അങ്ങയ്ക്ക് ഭദ്രാം നാമ ഭദ്ര എന്ന കന്യകയെ സന്ദർദന ആദ്യാഹ, സന്ദർദനൻ എന്നാൽ ആ ഭദ്രയുടെ ഒരു സഹോദരന്റെ പേരാണ്. അങ്ങനെ സന്ദർദനൻ തുടങ്ങിയ തത്സോദരിയാഹ ആ സഹോദരന്മാർ പ്രദദുഹു അങ്ങയ്ക്ക് സന്തോഷപൂർവം ആ ഭദ്രയെ വിവാഹം ചെയ്ത് തന്നു. സാ അപി വരദ അല്ലയോ ഭഗവാനെ,
സാ അപി ആ ഭദ്രയും ഭവതഃ അങ്ങയുടെ പൈതൃഷ്വ സേയി അങ്ങയുടെ അച്ഛൻ പെങ്ങളുടെ മകളാകുന്നു. അപ്പൊ ഈ കൂറ്റൻ കാളകളെ ഒരേ സമയത്ത് പിടിച്ചു കെട്ടുക എന്ന വീരപരീക്ഷ ഉത്തര ഭാരതത്തിൽ പൊതുവെ ഉണ്ടായിരുന്ന ഒരു വിവാഹത്തിനുള്ള ഒരു നിബന്ധനയായിട്ട് നടന്നിരുന്നതാണെന്ന് ചരിത്രകാരന്മാർ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊരു പരീക്ഷ വെച്ച കോസല രാജ്യത്ത് ചെന്നിട്ട് ആ 7 ഗംഭീരൻ കാളകളെയും 7 മൂർത്തിയായിട്ട് 7 കൃഷ്ണനായിട്ട് നിന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനെയൊക്കെ പിടിച്ചു കിട്ടി. അങ്ങനെ നഗ്നജിത്തിന്റെ മകളായ സത്യയെ വിവാഹം ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞ് തൻ്റെ അച്ഛൻ പെങ്ങളുടെ മറ്റൊരു പെങ്ങളുടെ മകളായിട്ടുള്ള കേകയാധീശ്വരന്മാരുടെ സഹോദരിയായിട്ടുള്ള ഭദ്രയെയും അങ്ങ് വിവാഹം ചെയ്തുവല്ലോ. ശ്ലോകം 4. സത്യം ഗത്വാ പുനരുദവകോ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷഭരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരധതേ ദേവസന്ദർദനാദ്യ തത്സോദര്യാ വരദ ഭവതഃ സാപി പൈതൃഷ്വസേയി. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹത്തുക്കളെയും ഗുരുക്കന്മാരെയും പൂർവികരെയൊക്കെ സ്മരിക്കുന്നു. ഭട്ടതിരിപ്പാടിനെയും വ്യാസവ്യാസ മഹർഷിയും ശ്രീ ഗുരുവായൂരപ്പനെയൊക്കെ നമസ്കരിക്കുന്നു. നമ്മളിവിടെ 81 ദശകത്തിലെ 4-ാം ശ്ലോകത്തിലേക്ക് വരികയാണ്. ഭഗവാന്റെ ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വ്യാസൻ പറഞ്ഞു വച്ചുള്ളതിനെ സാധൂകരിക്കുന്നതാണ് ഭഗവാൻ ലീലകളൊക്കെ തന്നെ. അവിടെ യുക്തിക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. എന്താണ് ഭഗവാൻ ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളതേ ഉള്ളൂ ഇവിടെ അറിയാനുള്ളത്. എന്തും ചെയ്യും ഭഗവാൻ. സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞനുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ 4-ാം ശ്ലോകത്തിൽ പറയുകയാണ്, കോസരാജാവായിരിക്കുന്നതായ നഗ്നജിത്തിന് സത്യ എന്ന പേരുള്ളതായൊരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രി വിവാഹം നിശ്ചയിച്ചു. പക്ഷെ ആ വിവാഹം നിശ്ചയിച്ച സമയത്ത് ഒരു നിബന്ധന വെച്ചു. 7 നല്ല കൂറ്റൻ കാളകൾ, ഈ കാളകളെ ഒറ്റയ്ക്ക് പിടിച്ചു കെട്ടുന്ന ആ വീരന് മാത്രമേ തൻ്റെ മകളെ കൊടുക്കുള്ളൂ എന്നാണ് നിശ്ചയിച്ചത്. അപ്പോൾ നോക്കണേ, പണ്ടുകാലത്ത് പുരുഷന്മാരുടെ വീര്യം, ശൗര്യം, പുരുഷത്വം ഇതൊക്കെ നോക്കിയിട്ടാണ് വിവാഹം നിശ്ചയിക്കുക. കഴിവുള്ള ആളാവണം, പ്രധാനമാണിത്. വിവാഹത്തിൽ സമ്പത്തിനേക്കാൾ കൂടുതൽ സദ്ഗുണങ്ങളാണ് പ്രധാനം. അതുപോലെ സസ്വഭാവമാണ് പ്രധാനം. ഇവിടെ നിശ്ചയിച്ചു. ഇത് ഭഗവാൻ അറിഞ്ഞു. അതുകൊണ്ട് പല രാജാക്കന്മാരും ആ കാളകളെയൊക്കെ കെട്ടാനൊക്കെ ശ്രമിച്ചു നോക്കി, പലരും നോക്കി, പക്ഷേ നടന്നില്ല. കാരണം അത്ര എളുപ്പമല്ല. അപ്പോൾ ജല്ലിക്കെട്ട് എന്നൊക്കെ പറയുന്നതായ ഒരു സമ്പ്രദായം പലതിലുണ്ടല്ലോ. അപ്പം അതിൻ്റെ സൂചനയും കൂടി ഇവിടെയുണ്ട്. കുറ്റം കാളകളെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൊമ്പത്ത് കെട്ടിവെച്ച പണം ആ കാളയെ കീഴ്പ്പെടുത്തിയ ആൾക്ക് കിട്ടുമെന്നൊക്കെ പറയും. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അത് ഭാരതത്തിലൊക്കെ ഉണ്ട് ഇപ്പോഴും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. ഏതായാലും ഭഗവാൻ എന്ത് ചെയ്തു? 7 ശരീരങ്ങൾ സ്വീകരിച്ചു. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ 7 കാളകളെയും കെട്ടി ആ മത്സരത്തിൽ വിജയിച്ച് സത്യയെ വിവാഹം ചെയ്തു. അയോധ്യ രാജാവാണ് നഗ്നജിത്ത്. അങ്ങനെ അയോധ്യയായിട്ടും ബന്ധമായി, കോസരാജ്യമായിട്ടും ബന്ധമായി. അവിടെ 2-3 കാര്യങ്ങൾ ഓർത്താൽ നല്ലതാണ്. കുട്ടിക്കാലം തൊട്ട് തന്നെ പശുക്കളും കാളക്കുട്ടികളും കാളകളൊക്കെ ആയിട്ട് നല്ല പരിചയമാണല്ലോ ഭഗവാൻ. അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാൻ ആ പൂർവ്വകാല സ്മരണയ്ക്ക് വന്നിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആ സത്യ വിവാഹം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ
കെ രാജാവിൻ്റെ പുത്രന്മാരാണ് സന്തധനൻ തുടങ്ങിയവരൊക്കെ. അവർക്ക് ഒരു സഹോദരിയുണ്ട്, ഭദ്ര എന്ന പേരുള്ളതായൊരു സഹോദരിയുണ്ട്. ഭഗവാന്റെ എല്ലാ മഹത്വങ്ങളും തിരിച്ചറിഞ്ഞിട്ടുള്ളതായ ആ സഹോദരന്മാർ എന്ത് ചെയ്തു, ആ ഭദ്രയെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ഭഗവാൻ വിവാഹം ചെയ്തു കൊടുത്തു. ഈ ഭദ്രയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈ ഭദ്ര ശ്രുതകീർത്തി എന്ന് വെച്ചാൽ മിത്രവിന്ദയുടെ അമ്മയായ രാജാധി ദേവിയെ പോലെ തന്നെ വസുദേവരുടെ ഒരു സഹോദരിയായിരുന്നു. അതാണ് ഈ ഭദ്രയുടെ അമ്മ. അപ്പോൾ അവിടെയും ബന്ധമുണ്ട്. അപ്പോൾ എവിടേക്കൊക്കെയാണ് ഭഗവാന്റെ ബന്ധം വ്യാപിച്ചു നിൽക്കുന്നത്, കുടുംബപരമായിട്ടും മറ്റു തരത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ സത്യ വിവാഹം ചെയ്തു, അതുപോലെ ഭദ്ര വിവാഹം ചെയ്തു. എന്താണ് ഇവിടുത്തെ ഒരു രഹസ്യം എന്ന് ചോദിച്ച ഒരാളോട് ഒരു മഹാത്മാവ് പറയുകയാണ്, ഈ വിവാഹം ചെയ്ത കുട്ടികൾക്ക് കന്യകൾക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഇത്രയധികം വിവാഹം ചെയ്താൽ ഞാൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എത്ര വല്ലഭന്മാരുണ്ടോ അത്രയും രൂപം എടുത്തുകൊണ്ട് ഒരേ സമയത്ത് അവരെയൊക്കെ സന്തോഷിപ്പിക്കാനും രമിപ്പിക്കാനും കഴിയും എന്ന് ബോധിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന പോലെയാണ് ഇത്രയും ഇങ്ങനെയുള്ളതായ 7 ശരീരങ്ങൾ സ്വീകരിക്കുന്നതും ഈ ലീല ആടുന്നതും. എന്ന് വെച്ചാൽ ഓരോ ഭക്തന്മാരുടെ ഓരോരുത്തരുടെ ഭഗവാൻ ഉണ്ട് എന്നർത്ഥം. എല്ലാ ജീവാത്മാക്കളുടെ കൂടെയും എല്ലാ ജീവാത്മാക്കളിലും ഭഗവത് സാന്നിധ്യം ഉണ്ട് എന്നുള്ളതും കൂടി ഓർക്കുക. ഏത് രൂപമെടുത്തിട്ടാണ് ഭഗവാൻ നമ്മുടെ കൂടെ കൂടുക എന്നും പറയാൻ പറ്റില്ല. അപ്പം അതിസുന്ദരമായ ഒരു 2 വിവാഹങ്ങളിലാണ് നമ്മളിവിടെ സത്യവിവാഹം ചെയ്യുന്നതും അതുപോലെ ഭദ്ര വിവാഹം ചെയ്യുന്നതും 2. അങ്ങനെ ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം, അതിവിശാലമായ ഗൃഹസ്ഥാശ്രമം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ നമുക്ക് മനസ്സിൽ കാണാം, ചെയ്യുന്ന പ്രവൃത്തികളെ മനസ്സിൽ കാണാം. ഇതാണല്ലോ ഭഗവത് സ്മരണ. അപ്പോൾ കൊണ്ടറിഞ്ഞവർ ഇതൊക്കെ പുരാണങ്ങളിൽ കാണാൻ സാധിക്കും. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എവർക്കും ഭഗവാനോട് അടുപ്പുണ്ടാവട്ടെ. ഹരിശരണം.